ഹണി ഭാസ്കറിനെതിരായ സൈബർ ആക്രമണത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. 9 പ്രതികൾക്കെതിരെയാണ് എഫ്ഐആർ. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, ഈ ഒരു ഹണി ഭാസ്കറിനെതിരായുള്ള സൈബർ ആക്രമണം രൂക്ഷമാണ് എന്ന രീതിയിലുള്ള ഒരു പരാതികളും മറ്റും ഉയർന്നിരുന്നു. ആ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഹണി ഭാസ്കർ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് ഫേസ്ബുക്ക് വഴി. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ മെസ്സേജ് അയക്കുകയും ചില മോശമായ നിലയിൽ ഇടപെടുകയും ചെയ്തതിന്റെ ഭാഗമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അക്കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രവാസിയും എഴുത്തുകാരിയുമായിട്ടുള്ള ഹണി ഭാസ്കറിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നിട്ടുള്ളത്. ആ കുറിപ്പിന് പിന്നാലെയാണ് കൂടുതൽ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വരികയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ ഈ ചാറ്റുകളുടെ വിവരങ്ങൾ അടക്കമുള്ള സ്ക്രീൻഷോട്ടുകളും ഓഡിയോ ക്ലിപ്പുകളും അടക്കം പുറത്തു വന്നിട്ടുള്ളത്. അത്തരത്തിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടതിന് പിന്നാലെ ചില കോൺഗ്രസ് ഹാൻഡിലുകളും രാഹുൽ അനുകൂലികളും സതീശൻ അനുകൂലികളുമായിട്ടുള്ള പല ആളുകളും വലിയ തരത്തിൽ ഇവർക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ ഒപ്പമാണ് ഫേസ്ബുക്കിലും നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ അധിക്ഷേപം ഹണി ഭാസ്കറിന് നേരിടേണ്ടി വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ്, അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് സൈബർ പോലീസിൽ ഹണി ഭാസ്കർ നേരത്തെ പരാതി നൽകിയിരുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. 9 പേർക്കെതിരെയാണ്, 9 പേരെ, അതായത് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ഹാൻഡിലുകൾ ഉൾപ്പെടെ 9 പേർക്കെതിരെയാണ് നിലവിൽ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. സിന്ധൂരി. വ്യക്തമാണ് കമലേഷ്. ഹണി ഭാസ്കറിന്റെ പരാതിയിലാണ് 9 പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിരിക്കുന്നത്. കമലേഷ് തെക്കേക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.